ഇപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിപ്പോ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നില്ല, നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ. ഈ നിർണായകമായ തെരഞ്ഞെടുപ്പ് സമയത്ത് തമിഴ്നാട്ടിൽ അവരുടെ മുന്നണി വോട്ട് ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഇവിടെ വെച്ചുകൊണ്ടാണ്. ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമിക്കുകയും പ്രധാനമന്ത്രിക്കെതിരെ അക്ഷം പറയാതിരിക്കുകയും ചെയ്യുന്നത് തന്നെ ഇതിന്റെ പ്രകടമായ തെളിവാണ്. പാലക്കാട് ഉൾപ്പെടെ സംശയിക്കേണ്ട, കരുതേണ്ട പല മണ്ഡലങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടിയാണല്ലോ CPM. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ CPM-നെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഒക്കെയാണല്ലോ പ്രധാനമായും ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. ഞങ്ങൾ BJP എതിർത്തുകൊണ്ട് തന്നെയാണ്. CPM-നെ ചില നയങ്ങളെ എതിർക്കുമ്പോൾ തന്നെ BJP-യാണ് മുഖ്യശത്രു എന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കുന്നത്. എന്നാൽ CPM-ന്റെ സമീപനം അതല്ല. അവർ BJP ഒഴിവാക്കിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയെ മാത്രം കടന്നാക്രമിക്കാം. തുടർഭരണം LDF-ന് ഒരിക്കലും എന്നുള്ളതാണോ BJP-യുടെ ലക്ഷ്യം? അത് അവരോട് ചോദിക്കണം. ഈ പരസ്പര ബന്ധത്തിന്റെ സൂചനകൾ രണ്ടു ഭാഗത്തുനിന്നും പ്രകടമാകുന്നതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പിലും ഈ ഒരു സാഹചര്യത്തിൽ BJP CPM സഖ്യമെന്ന് ശക്തമായ ആരോപണം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ UDF മുസ്ലിം വോട്ടിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം. ഞങ്ങളെ വസ്തുതാപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നതിന്റെ ഗൂഢലക്ഷ്യം എന്ത് എന്ന് അവര് വ്യക്തമാക്കണം. അതാ പറഞ്ഞത്. ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടയിൽ സദസ്സിൽ നിന്നൊരാൾ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചപ്പോ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയാണ്. മാധ്യമങ്ങളോട് കടക്കുപുറത്തെന്നല്ലേ പറഞ്ഞു. ബിഷപ്പിനോട് നികർഷജീവി എന്നല്ലേ ബിഷപ്പിനെ വിളിച്ചേ. പ്രേമേന്ദ്രനെ വിളിച്ച വാക്ക് പറയാൻ പറ്റുമോ? ജി സുധാകരനെ വിളിച്ച വാക്ക് പറയാൻ പറ്റുമോ? പുറത്തു പറയാൻ പറ്റുമോ? ജി സുധാകരനത് ഏറ്റെടുത്തു. ചെറ്റ എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടലിൽ ജനിച്ചവൻ എന്ന് ജി സുധാകരൻ അതൊരു അംഗീകാരമായിട്ട് ഏറ്റെടുത്തു. ഇപ്പോൾ ഇതാ ഒരു സാധാരണ CPM പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ യോഗത്തിൽ നിന്ന് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അത് വീട്ടിൽ പോയി പറയുന്ന സമീപനം അദ്ദേഹത്തിന്റെ ഏകാധിപത്യ ശൈലിയുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കും.